Birds fly with their wings, which are modified for limbs. What is the meaning of limbs? Limb means what? You know? Limb means hands and legs. അതായത് നമ്മുടെ കൈകാലുകൾക്കുള്ളതാണ് നമ്മൾ പറയുന്ന പേരാണ് ലിംബ് എന്നുള്ളത്. 4 limbs and hind limbs. So we know that for birds only 2 legs are there. Instead of hands, these hands have been modified into wings. Means 4 limbs. അതായത് അവിടെ ഫ്രണ്ടിലുള്ള ലിംസ് കൈക്ക് പകരം നമുക്കൊക്കെ ഉള്ള പോലെ കൈക്ക് പകരം മറ്റു അനിമൽസ് നമുക്കറിയാം they are having 4 limbs, 2 legs and 2 hands അല്ലേ? 4 limbs and hind limbs. മുമ്പിലുള്ളതും പുറകിലും അങ്ങനെ മൊത്തം 4 കാലുകളാണ് നമുക്ക് പശു, ആട്, അങ്ങനെ പട്ടി അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ ഉള്ളത്. പക്ഷെ പക്ഷികൾക്കൊക്കെ only 2. Instead ആ 4 limb ഫ്രണ്ടിലുള്ള 4 ലിംബിന് പകരം it has been modified into wings for flying. So birds can walk by using their legs. They can fly using their wings. They can jump, they can walk and all. Isn't it with the hind limbs? Hind limbs to walk, they use their legs or hind limbs to walk, run and hop. Hop means what? Jump. നമുക്കറിയാം പക്ഷികളൊക്കെ ഇങ്ങനെ ഏകദേശം ചാടി പോകുന്ന പോലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അതിനാണ് ഹോപ്പ് എന്ന് പറയുന്നത്. Some birds also swim in water. Which birds swim in the water? Which bird swim in the water? Kingfisher. Kingfisher. Duck. 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 Penguin. അല്ലേ? Okay. Now can you hear Sri Vishnu? Okay. Duck, some birds like a duck, penguin and all swim. ഇനി മറ്റു പക്ഷികളൊക്കെയാണ് ചെറുതായിട്ടൊക്കെ ചിലതുങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കോഴിയൊക്കെയാണ് ചെറുതായിട്ടൊക്കെ നീന്തും. പക്ഷെ ഒരുപാടില്ല, ഡക്കിനെ പോലെ ഒന്നും ആവില്ല. സ്വാന് അങ്ങനെയുള്ളതൊക്കെ വെള്ളത്തിൽ നീന്തുന്നതാണ് ലാരയണം. ഓക്കെ. The bones of the birds are hollow and very light, making it easy for them to rise in air. See, the bones of the birds are very light and hollow. Hollow means what? What is the meaning of hollow? Hollow means empty inside. The bones of the എന്തോ പൊള്ളയായിട്ടുള്ള ഉള്ളിൽ പൊള്ളയാണ്. അതിനധികം വെയിറ്റും ഇല്ല. പക്ഷികളുടെ ബോൺസിന് അധികം വെയിറ്റും ഇല്ല. പിന്നെ ഉള്ളില് എയർ ആണ് എന്ന് വെച്ചാൽ ഹോളോ, അത് എം ടി ആണ്, അതിനകത്ത് ഒന്നുമില്ല. നമുക്കറിയാം ഇപ്പൊ നമ്മള് ബീഫൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മളെന്താ മട്ടനൊക്കെ കഴിക്കുന്നവർക്കറിയാം അല്ലെ, അതിന്റെ ആ ബോൺസ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. പക്ഷെ നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ ചിക്കന്റെ ബോൺസ് ഒന്നും അത്ര ഹാർഡ് അല്ല. പിന്നെ അതിന്റെ ഉള്ളു എം ടി ആയിട്ട് കാലിയായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലെ. Okay, so this all will help the birds to fly, rise in the air and to fly. അതായത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അതിന് പറക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് പറക്കാൻ പറ്റുമോ? ഇല്ല, just in dream we can fly. That's all, isn't it? Otherwise how it will be? If we try to fly, how it will be? We will fall down and we will get injured. Okay, so birds will not get injured like that because they are able to fly because their bones are hollow and light. എന്താ ഹവനെ ക്ലിയർ ആയില്ല മോനെ? പാരാഗ്ലൈഡിംഗ് ചെയ്ത് പറക്കും. പാരാഗ്ലൈഡിംഗ് ചെയ്ത് അത് പാരാഗ്ലൈഡിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് നമുക്ക് പറക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അല്ലാതെ നമ്മൾ പാരാഗ്ലൈഡിംഗ് ചെയ്യുന്ന അതിൽ നമുക്ക് ഫ്ലൈറ്റിലാണെങ്കിലും നമ്മൾ പോകുന്നവരില്ലേ, ഫ്ലൈറ്റിൽ പോകുമ്പോഴും പറന്നു പോകുന്നതല്ലേ. മറ്റേ പാരാഗ്ലൈഡിംഗ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നമ്മൾ താഴെ വീണു. ഓക്കെ, അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ, അല്ലാതെ നമ്മളിങ്ങനെ പാരച്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാരച്യൂട്ടൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ പറക്കുന്ന. പാരച്യൂട്ടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. വി ക്യാൻ ഫ്ലൈ ഓർ നോട്ട്, നമുക്ക് നമ്മുടെ ബോഡി ഉപയോഗിച്ച് പറക്കാൻ പറ്റുമോന്ന് ഞാൻ ചോദിച്ചത്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ല. പിന്നെ നമ്മൾ എന്താ പറയുന്ന ഒരു കാർട്ടൂണൊക്കെ എന്താ പിന്നെ സൂപ്പർമാനോ അങ്ങനെ ഇങ്ങനെ പറക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. ജസ്റ്റ് കാർട്ടൂൺ അല്ലേ, നോട്ട് റിയൽ ക്യാരക്ടേഴ്സ്. റിയൽ ആയിട്ടുള്ള അതിൽ ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രമാണ് ഒരു സ്റ്റോറിയില് അല്ലെങ്കിൽ കാർട്ടൂണിലൊക്കെ അങ്ങനെ പറക്കുന്നതായിട്ട് കാണിക്കുന്നത്. There is one small story I read in
storybook or somewhere. I don't know whether in any other textbook or somewhere. It is a small. Okay, one boy, he used to watch the cartoons. Every day he used to watch the cartoons, and in the cartoon he saw that Superman was flying. Superman, one day he saw that Superman sitting on the top of a big building, means it is a multi-storied building. He was sitting on the top of the building and he started to fly. So the boy was a small one, means in first standard or second standard, that's all. Maybe 4 or 5 years old, that's all. Okay. No. When this boy saw this, he was so much attracted to that. He was so much attracted to, and it was in his mind, always it was in his mind. So next 2-3 days he saw that same cartoon. Then one day morning when his mother asked him to take breakfast, he was not at all interested to take breakfast because his mind was only in flying, how that Superman was flying, why can't I fly, like that way. Then what he did, by evening when morning when he went to school, he asked his mother to give 1 rupee for him, 1 or 2 rupees for him. His mother asked, what is for what? He told, I want to buy chocolate something. He said, and mother gave 2 rupees for him. In the evening when he returned home, he saw a shop and he purchased one bubble gum. Bubble gum, you like? Yes. He purchased a bubble gum, and then what he did, he came home. He left his bag one side, and then his mother was making coffee for him, snacks for him. By the time he took the bubble gum and he took it, he chewed it, and then finally you can make that some bubbles from that, isn't it? Do you make like that way, bubbles from that bubble gum? Okay, like that way, this boy, mother was making snacks and she heard some cry. When she came there, she saw that boy was fallen down and he was crying. What he did is he climbed on his gate, top of the gate, on the top of the gate, and just he was thinking that he was a Superman. He just bubbled his bubble gum and he jumped. He thought that like Superman he can fly, but will it be possible for human beings to fly? No, instead of flying, he fell down. That's all. That's what his mother heard. He's crying. Okay, so the story മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുഞ്ഞ് ബബിൾ ഗം തിന്നിട്ട് സൂപ്പർമാനെ അത് കണ്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, സൂപ്പർമാൻ ഇങ്ങനെ ബലൂണിൽ ഇങ്ങനെ പറക്കുന്ന പോലെ അവനും പറക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ബബിൾ ഗം തിന്നിട്ട് അത് വീർപ്പിച്ചിട്ട് അവനൊക്കെ ചാട്ടം ചാടി പറക്കുന്നതിന് പകരം നേരെ താഴോട്ട് വന്ന് കാലിനും കൈക്കൊക്കെ മുറിവ് പറ്റി. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ the bones of the birds are hollow and light to fly. ഇതുകൊണ്ട് നമ്മൾ പരീക്ഷിക്കൊന്നും വേണ്ട, അത് ബേർഡ്സിനെ പറ്റുള്ളൂ, നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ നമുക്കറിയാം വലിയ ബേർഡ്സുകളൊക്കെ നമുക്ക് ഓസ്ട്രിച്ച് പോലെയുള്ള ബേർഡ്സുകളൊന്നും പറക്കാൻ പറ്റത്തില്ല അല്ലെ, അത് ഹെവിയാണിത്. നിങ്ങൾക്കറിയാലോ ഓസ്ട്രിച്ച് പറക്കൂല അല്ലെ. ഓക്കെ, making it easy for them to rise in air. Strong muscles in their breast bone help birds to flap their wings and fly. ഇനി ഇവരുടെ ബ്രസ്റ്റ് ബോണിന്റെ അവിടെയുള്ള bones are very strong, so it will give strength for them to flap their wings. അതായത് പറക്കുമ്പോൾ അവരിങ്ങനെ ചിറകടിച്ചോണ്ട് പറക്കുന്നത് അല്ലെ. So it will give strength for the birds to flap their wings while they are flying. That's what they are not falling. നമ്മൾ നോക്കിയേ, പക്ഷികളൊക്കെ കുറേ ദൂരം പറന്നു പോകും അല്ലെ, മരമൊന്നും ഇല്ലെങ്കിൽ കുറേ ദൂരം പറന്നു പോയിട്ട് പിന്നെ അവർ മരം കാണും ഇരിക്കുന്നത്. അത്രയും ദൂരം പറക്കാനുള്ള സ്ട്രെങ്ത് അവരുടെ ഈ ബ്രസ്റ്റ് ബോണിന്റെ സ്ട്രെങ്ത് അത് കൊടുക്കും, ബ്രസ്റ്റ് ബോൺ. അവർ ഈ ചിറക് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമ്മൾ ചില some migratory birds have to fly. They are flying through the oceans or seas and all. From one side of the ocean, we know that we cannot see the one side of the ocean, isn't it? നമ്മളിപ്പോ ഒരു സമുദ്രത്തിന്റെ കടലിന്റെ ഒക്കെ അടുത്ത് പോയി മറ്റേ എൻഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കുറേ ഭയങ്കര ഒത്തിരി നീളമാണ് അല്ലെ. we cannot see at all. നമ്മൾ വിചാരിക്കും നമ്മളെ കാണുന്നതിന് അവിടെ കൊണ്ട് തീർന്നു എന്ന് കടല്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത്രയും ദൂരം ഉണ്ട്, പിന്നെ അത്രയും ദൂരം ഉണ്ട്, അങ്ങനെ പോയി നമുക്ക് കാണാനേ പറ്റൂല അല്ലെ. ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഈ മൈഗ്രേറ്ററി ബേർഡ്സുകളൊക്കെ പറക്കുന്നത് അങ്ങനെയല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്
ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പറക്കുമ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് അതിന് കവർ ചെയ്തതായിട്ട് വരും. സോ ദേ ആർ ഫ്ലൈങ് ഇൻ എ ഗ്രൂപ്പായിട്ട് പറക്കാറ്, ഒറ്റയായിട്ട് പറക്കാറുമില്ല ഫ്ലൈങ് മൈഗ്രേറ്ററി ബേർഡ്സ്. അപ്പൊ അത്രയും അതാണ് ദേശാടനക്കിളിയാണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറുന്നു, തൽക്കാലം മാറുന്നു, സ്ഥിരമായിട്ടല്ല. ഡ്യൂ ടു സം ബാഡ് ക്ലൈമറ്റ് ഓർ സ്കാർസിറ്റി ഓഫ് ഫുഡ്. യെസ്, ഗുഡ് മോർണിംഗ്. സ്കാർസിറ്റി ഓഫ് ഫുഡ് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമറ്റ് പറ്റാതെ വരുന്ന സമയത്ത് അവർ അതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറുന്നു. തിരിച്ച് അവരുടെ സ്ഥലം അതിന് സ്യൂട്ടബിൾ ആകുന്ന സമയത്ത് അവർ 2-3 മാസം കഴിയും തിരിച്ചങ്ങ് പോവുകയും ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചതാണ് അബൌട്ട് മൈഗ്രേറ്ററി ബേർഡ്സ്. സോ these birds have to fly a long distance, but they will fly. അവർ പറക്കും എന്നാലും. Okay, so these are all about the movements in different type of animals. Page number 102. If you have any doubts from this lesson, you can ask. Otherwise, we will go to discuss the question answers or we'll go to the next lesson. Okay, Jeeva, if you have any doubt, you can ask about from this lesson. The body and its movements എന്നുള്ള ലെസണിൽ എന്തെങ്കിലും ഡൗട്ട് മക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. ഇതിപ്പോ നമ്മള് സെമസ്റ്റർ 1 ഭാഗമാണ് ഇപ്പോഴും നമ്മൾ തീർത്തിട്ടില്ല എന്നുള്ളതാണ്. സെമസ്റ്റർ 2 ഫുൾ ഇങ്ങനെ കിടക്കുകയാണ്. സാധാരണ ജസ്റ്റിസിനൊക്കെ ഡൗട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. മോനെ ഡൗട്ട് ഒന്നും ഇല്ലേ? അല്ല, എന്തെങ്കിലും ഉണ്ട് ചോദിച്ചോ. നമുക്ക് പോർഷൻ തീർക്കുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ്. അല്ലാതെ ചുമ്മാ നമ്മൾ പാടാങ്ങ് തീർക്കുന്നതുകൊണ്ട് കാര്യമില്ല. മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല, കാരണം എല്ലാവരും ഇല്ലതാനും വെറുതെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സാപ്പിൽ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് എഴുതിയാൽ മതിയല്ലോ. ജോയിലെ ഫ്ലോട്ടിംഗ് റിബ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? എന്താ മോളെ? ഫ്ലോട്ടിംഗ് റിബ്സിനെ. ഫ്ലോട്ടിംഗ് ഏതാ മോളെ? പേജ് നമ്പർ പറഞ്ഞേ. 98. 98. 98 ഏതാ മോള് ചോദിക്കുന്നേ? ഫ്ലോട്ടിംഗ് റിബ്സ് അല്ലേ? ഓക്കെ, നമ്മുടെ റിബ് കേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ? നമ്മുടെ ഇവിടെ റിബ് കേജിന്റെ, അതായത് നമ്മുടെ എന്താ, നിങ്ങൾ എന്താ പറയുന്നത്, ഇവിടെ ഈ ചെസ്റ്റ് ബോൺ ഒക്കെ വരുന്നേ റിപ്പ് എന്താ എന്ന് പറയുന്ന, മലയാളത്തിൽ എന്താ പറയുക, നമ്മള് ഇവിടെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ബോൺസ് ഇല്ലേ, ബാക്ക് ബോണുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നേ, ദാറ്റ് ഈസ് റിബ് കേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഇത് കേർവ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് സ്ട്രൈറ്റ്, നമ്മുടെ ഈ ബോൺസ് ഒക്കെ ദീസ് ബോൺസ് ആർ സ്ട്രൈറ്റ്, ഇത് സ്ട്രൈറ്റ് ആണ്. പക്ഷെ റിബ് കേജ് എന്ന് പറഞ്ഞാൽ കേർവ്ഡ് ആണ്, ഒരു വളഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ചിത്രം കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ ഈ റിബ് കേജ് എന്ന് പറഞ്ഞാല് there are 24 bones arranged in 12 pairs. അതായത് ഇവിടെ നമുക്ക് എണ്ണി നോക്കാൻ പറയാം. 12 pairs, 12 ജോഡിയുണ്ട്. ടോട്ടലി 24 pairs of rib cage ഉണ്ട്. അതിൽ താഴത്തെ കേജ് ഒരെണ്ണം മാത്രം ജോയിന്റ് ആയിട്ടില്ല. ബാക്ക് സൈഡിൽ മാത്രം ജോയിന്റ് ആയിട്ടുണ്ട്, ഫ്രണ്ടിൽ അത് ജോയിന്റ് ആയിട്ടില്ല. ബാക്കി എല്ലാം ഫ്രണ്ടും ബാക്കും ജോയിന്റ് ആയിട്ടുള്ളതാണ് അല്ലെ? ആ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം. The last 2 pairs that are not joined, the breastbone, are called floating. എന്ന് പറഞ്ഞാൽ താഴത്തത് മാത്രം ജോയിന്റ് ആയിട്ടില്ല. ഏറ്റവും ഡൗൺ പാർട്ടിലുള്ളത് നോക്കിക്കേ, അത് പകുതി വരെ വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടോ അത്? See that clearly. First one has been joined, second one, third one, fourth one, അങ്ങനെ എല്ലാം ആയി. 11th one ജോയിന്റ് ആയിട്ടുണ്ട്. 12th one എന്ന് പറയാൻ താഴെ തന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ബ്രൗണിഷ് കളറിലുള്ള പകുതി വരെ വന്നിട്ട് നിൽക്കുന്നില്ലേ? മനസ്സിലായോ? കണ്ടോ നിങ്ങളത്? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നോക്കട്ടെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ദിസ് ഈസ് റിബോൺ. നമ്മുടെ റിബോൺസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതില്
ഇതെല്ലാം ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ബാക്കിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ടില് ഈ ലാസ്റ്റ് വൺ 12th വൺ 12ാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഈ സാധനം ഇതാ ഇവിടെ ഈ ചിത്രം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഇത് ഇപ്പൊ വലുതാക്കി ഇപ്പം കാണുന്നുണ്ടോ? ഓക്കെ. ഈ താഴത്തത് ജോയിൻ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാം നോക്കിക്കേ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട് പരസ്പരം അല്ലെ? ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടില്ലേ? അപ്പൊ ഈ താഴത്തത് വന്നിട്ട് ഇവിടം വരെ ഉള്ളൂ. അത് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ബോൺ ഈസ് നോൺ ആസ് എ ഫ്ലോട്ടിംഗ് റിബ്സ്. അതാണ് ആ ജോയിൻ ചെയ്യാത്ത ആ ബോൺസിനാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ മോളെ? ഓക്കെ. ഇനി ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഫസ്റ്റ് പേജ് നമ്പർ കിട്ടിയോ മോനെ? ഓക്കെ. Arjun, if you have any doubt, you can ask Joanna, Heaven. എന്തെങ്കിലും ഉണ്ടോ? എന്തോ? ഓർഗൻ സിസ്റ്റം. ഓർഗൻസ് നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസ് എല്ലാം ഇല്ലേ? മോളെ പേജ് എത്രയാ? 96. ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും, ഓർഗൻ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ എന്നർത്ഥം. എല്ലാ അവയവങ്ങളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബോഡി മൊത്തത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെ? അപ്പം എല്ലാ അവയവങ്ങളും ഏതെങ്കിലും ഒരു അവയവത്തിന് എനി പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കുക, നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാം, ചെവിക്ക് വേദന ഉണ്ട്, നമ്മൾ മൊത്തത്തിൽ അസ്വസ്ഥരാണ്. മീൻസ് ചെവി മാത്രമേ വേദനിക്കുന്നുള്ളൂ, പക്ഷെ മൊത്തത്തിൽ നമ്മൾ അസ്വസ്ഥരാണ്. എല്ലാ ഓർഗൻസും കൂടെ വർക്ക് ചെയ്യുമ്പോൾ, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ ഹാപ്പി ആയിരിക്കുന്നത്. ഇഫ് യു ഹാവ് ലെഗ് പെയിൻ ഓർ ഇഫ് യു ഹാവ് എനി ഇയർ പെയിൻ ഓർ ത്രോട്ട് പെയിൻ, അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു അസ്വസ്ഥതയാണ് അല്ലെ? നമ്മുടെ കൈക്കൊരു ചെറിയൊരു മുറിവ് വന്നു, അപ്പൊ നമ്മൾ ആ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരും. ടോട്ടലി നമുക്ക് എന്താകും? ഒരു അൺഈസിനെസ് വരും അല്ലെ? ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് വർക്ക് ടുഗെദർ ക്യാരി ഔട്ട് വേരിയസ് ലൈഫ് ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി. പിന്നെ അതിൽ തന്നെ ഞാൻ പറയാം, നമ്മൾ ഓരോന്നിനും ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഫോർ ബ്രീത്തിങ്, ടു ബ്രീത്ത് വി നീഡ്, ഹൗ ഡു വി ബ്രീത്ത്? നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത്? ഹൗ ഡു വി ബ്രീത്ത്? നമ്മുടെ വിചാരം മൂക്ക് മാത്രം ഉപയോഗിച്ച് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുമെന്ന് അല്ലെ? Will it be possible? No, we can breathe, we can take the air inside through nose, that's all. അതുകൊണ്ട് നോസിന്റെ പണി കഴിഞ്ഞു. അതിനുശേഷം ഉള്ളിൽ കുറെ ഓർഗൻസ് ഉണ്ട്. വിൻഡ് പൈപ്പ് ഉണ്ട്, ലങ്സ് ഉണ്ട്, പിന്നെ വേറെ കുറെ ഓർഗൻസ് ഉണ്ട്. അതെല്ലാം കൂടെ കൂടിയിട്ടാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഡൈജഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഡൈജഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കുറെ ഓർഗൻസ് വർക്ക് ചെയ്തിട്ടാണ്. ഡൈജഷൻ സ്റ്റാർട്ട് ഫ്രം മൗത്ത്, നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ മൗത്ത് നമ്മൾ ഭക്ഷണം ചവച്ചരിക്കുന്നു അല്ലെ? അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ദ സലൈവ ഇൻ അവർ മൗത്ത് വിൽ ഹെൽപ്പ് us to ഡൈല്യൂട്ട് ദ ഫുഡ്. നമ്മുടെ എന്താ പറയുന്നത്, വായിലെ ഉമിനീര് നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇത് പോകുന്നു ഫുഡ് പൈപ്പ്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ കുറെ ഓർഗൻസ് ചേർന്നിട്ടാണ് നമ്മുടെ ഡൈജഷൻ സിസ്റ്റം നടക്കുന്നത് അല്ലെ? അങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓർഗൻസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൈജഷന് സഹായിക്കുന്ന ഓർഗൻസ് എല്ലാം കൂടെ ചേർന്ന് ഓർഗൻ സിസ്റ്റം, ഒരു ഓർഗൻ. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ശ്വസനത്തിന് സഹായിക്കുന്ന എല്ലാ പാർട്സുകളും കൂടെ ചേർന്നിട്ട്. അപ്പം ഇനി ചെവിയുടെ ആണെന്നൊരിക്കലും നമ്മൾ ഈ ചെവി മാത്രം ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് കരുതി നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങളുണ്ട് അല്ലെ? നിങ്ങളത് ഏത് ക്ലാസ്സിലാണ് പഠിച്ചിട്ടുള്ളേ? 5ാം ക്ലാസ്സിലോ 6ലോ? 5ലാന്ന് തോന്നുന്നു അല്ലെ? ഇയറിനെ കുറിച്ച് പഠിച്ചേക്കുന്നത്. ഓക്കെ. അപ്പം മിഡിൽ ഇയർ, ഇന്നർ, ഔട്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ വേറെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ കണ്ണിന് തന്നെ കുറെ, അങ്ങനെ ഒരു ജോലിയെ സഹായിക്കാൻ വേണ്ടി ഹൗ മെനി ഓർഗൻസ് വിൽ വർക്ക്? സോ മെനി ഓർഗൻസ് വിൽ വർക്ക് ടുഗെദർ ടു ഫങ്ഷൻ one system. So all these organs together are called the organ system. Okay. Anything else? If you have any doubt, you can ask.
Adira, if you are telling anything, you have to unmute and say. Are you telling anything? എന്തെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം, എങ്കിലും കേൾക്കുള്ളൂ. Okay, okay, okay. I saw your lip moment, thinking that you are telling something to me. I asked. Okay. ആതിരക്ക് ടീച്ചർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു തരുന്ന മൊത്തം മനസ്സിലാകുന്നില്ലേ ചോദിച്ചോണം കേട്ടോ. ആതിര മലയാളം മീഡിയത്തിൽ നിന്ന് വന്നുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരുമായിരിക്കും. മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. I'll explain in Malayalam also. ഞാൻ മലയാളത്തിലും പറഞ്ഞുതരാം, അല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കാതെ വന്നെങ്കിലോ. Okay, now if you have no doubts, shall we take the next lesson? Lesson number 10. തുടങ്ങാം നമുക്ക് 10ാം ലെസൺ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് അയച്ചു തരാം കേട്ടോ. നിങ്ങൾ നോട്ടിലേക്ക് അയച്ചിട്ട് എനിക്ക് നോട്ടിലേക്ക് എഴുതിയിട്ട് അയച്ചു തന്നാൽ മതി. Okay, see, I'm not giving you any homework from science subject. സയൻസ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഹോംവർക്ക് തരാറില്ല. ബിക്കോസ് എനിക്കറിയാം നിങ്ങൾക്ക് വേറെ ഒത്തിരി നോട്ട്സ് എഴുതാറുണ്ട്. സോഷ്യൽ ഉണ്ട് ഒത്തിരി എഴുതാൻ, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതല്ലാതെ വേറെ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാറില്ല അല്ലേ. നിങ്ങളോട് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ട് എഴുതി അയച്ചു തരാനൊന്നും പറയാറില്ലല്ലോ. കാരണം നിങ്ങൾക്ക് ഒത്തിരി വർക്കുണ്ട്, നിങ്ങൾ എഴുതി മടുക്കുന്നുണ്ടെന്ന് അറിയാം. സ്കൂളിൽ വരുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ഇവിടുന്ന് നമ്മുടെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകും. പക്ഷെ വീട്ടിലാവുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കാൻ മടിയായിരിക്കും. ടീച്ചറിന് അറിയാം, അത് കാരണം ടീച്ചർ ഒരു ഹോംവർക്ക് ഒന്നും തരാത്ത കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നു, ലെസൺ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നു, അത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിച്ചോളുക, നോട്ടിലേക്ക് എഴുതിയിട്ട് അയച്ചിരിക, പിന്നെ പഠിച്ചോളുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ശരി. നെക്സ്റ്റ് വി ഷാൽ സ്റ്റഡി ദ 10th lesson, living organisms and their surroundings. Okay, what is the meaning of surroundings? Surrounding means what? ചുറ്റുപാട്. നമ്മൾ ജീവിക്കുന്ന സ്ഥലം അതിന്റെ ചുറ്റുപാടുകളും അല്ലെ, അതിനാണ് നമ്മൾ സറൗണ്ടിങ് എന്ന് പറയുന്നത്. We know that if we go to any part of the world, maybe in high mountain or in deep ocean where there is no sunlight at all, or in high hilly region, or in deserts, or the place where it is completely covered with snow, that is polar regions, wherever we go, we can see many types of living organisms there. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും, വലിയ മലയായിക്കോട്ടെ, കുന്നായിക്കോട്ടെ, മൗണ്ടൻ ആയിക്കോട്ടെ, ഓഷൻ ആയിക്കോട്ടെ, സീ ആയിക്കോട്ടെ, റിവേഴ്സ് ആയിക്കോട്ടെ, ഡെസേർട്ട് ആയിക്കോട്ടെ, പോളാർ റീജിയൻ ആയിക്കോട്ടെ, ഏത് ഭാഗത്ത് പോയാലും അവിടെ എല്ലാം ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പം പക്ഷേ നമ്മൾ ഡെസേർട്ടിൽ കാണുന്ന ലിവിങ് ഓർഗാനിസം അല്ല പോളാർ റീജിയനിൽ കാണുന്നത്. ഓർ നമ്മള് ലാൻഡിൽ കാണുന്ന ഓർഗാനിസം ആയിരിക്കില്ല ഡീപ്പ് ഇൻ ദ ഓഷനിൽ കാണുന്നത്. നമ്മുടെ റിവറിലുള്ള ഓർഗാനിസം ആയിരിക്കണം എന്നില്ല സീയിലും ഓഷൻസിലും ഉള്ളത് അല്ലെ. സോ ബട്ട് സ്റ്റിൽ there are living organisms in all part of the world. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണ്, യൂണിവേഴ്സ്, വേൾഡ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ പോയാലും നമുക്ക് ലിവിങ് ഓർഗാനിസംസ് കാണാം. മേ ബി ബിഗ് വൺസ്, സ്മോൾ വൺസ്, or maybe very very small ones, microorganisms, that means which we cannot see with our naked eyes. അത്ര ചെറുതായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സ്മോൾ ഓർഗാനിസംസ്, സിംഗിൾ സെല്ലർ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. അപ്പം വലുതുണ്ട് ചെറുതുണ്ട്. പക്ഷെ all living organisms are adopted to live on the place or the surroundings where they are living. ഇപ്പൊ നമ്മൾ പെൻഗിനെ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പെൻഗിനെ പിടിച്ച് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നാലോ, വിൽ ദാറ്റ് പെൻഗിൻ ലീവ് ഹിയർ? ആ പെൻഗിനെ ഇവിടെ കൊണ്ടുവന്ന പെൻഗിൻ ഇവിടെ ജീവിക്കുവോ? വൈ? എന്തേ? പെൻഗിൻ നമ്മളെ കേരളം ഇഷ്ടപ്പെടില്ലേ? കേരള is very beautiful state, very beautiful place. We call that Kerala is God's own country, so beautiful, but penguin will not live here. Because penguin cannot adopt the Kerala climate. It is hot here, isn't it? Penguin lives in very cold region. And if we go to polar region, can we live there? Can we live in the polar region? നമുക്ക് പോയിട്ട് താമസിക്കാൻ പറ്റും polar region?
അതിന്റെ പരിസരത്തോട്ട് പോലും എടുക്കണ്ട, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചു പോകും അല്ലെ? ബിക്കോസ് വി കനോട്ട് ടോളറേറ്റ് ദാറ്റ് മച്ച് ഓഫ് കോൾഡ് ദർ. ലൈക്ക് ദാറ്റ് വേ. ഇപ്പൊ നമുക്കറിയാം ഒരു ക്യാമൽ എവിടെയാ താമസിക്കുന്നത്? ഡെസേർട്ടില്. സോ ഇറ്റ് ഹാസ് സം അഡോപ്റ്റേഷൻസ് ലീവ് ദർ ഇൻ സച്ച് ക്ലൈമറ്റ് ആൻഡ് ഓൾ. ആ ക്യാമലിനെ നമ്മൾ പോളാർ റീജിയനിൽ കൊണ്ടുപോയിരുന്ന ക്യാമൽ അവിടെ എത്തൂല, ചത്തുപോകും. അങ്ങനെയാണ് അല്ലെ? സോ ഓരോ സ്ഥലത്തും ജീവിക്കുന്ന ഓർഗാനിസംസും അല്ലെ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെ. പ്ലാന്റ്സ് അതിനൊക്കെ എന്താണ്, ആ ഒരു സ്ഥലത്തെ സറൗണ്ടിങ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബോഡി സ്ട്രക്ചറും ആയിരിക്കും അതിനുള്ളത്, ആ ഒരു ക്ലൈമറ്റിൽ താമസിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പോളാർ റീജിയനിലുള്ള ആനിമൽസിനെ നമുക്ക് ഇക്വാട്ടർ റീജിയനിലോ അല്ലെങ്കിൽ മറ്റ് മൺസൂൺ ക്ലൈമറ്റിലൊന്നും കാണാൻ പറ്റാത്തത്. നമ്മളിപ്പം വിചാരിക്കും നമ്മൾ ഡോൾഫിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്ന ഡോൾഫിനോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ നമ്മുടെ പോളാർ ബീർ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ജസ്റ്റ് പിക്ചറിലൊക്കെ കാണാനേ ഉള്ളൂ, വീഡിയോയിലൊക്കെ കാണാനേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നാൽ സാധനം ജീവിക്കത്തില്ല. ഇനി നമ്മുടെ ഇവിടെയുള്ള ഡോഗിനെയും ക്യാച്ചിനെയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുവിട്ടെന്നാലോ? അതുമില്ല. അപ്പൊ നമ്മൾ പറയും ഇവിടെ കുറെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്, ഇതിനൊക്കെ എവിടെ കൊണ്ട് തട്ടും? പിള്ളേരെയൊക്കെ കടിക്കുന്നുണ്ട്, പിള്ളേരെല്ലാം വലിയവരെയും കടിക്കുന്നുണ്ട് അല്ലെ, തെരുവ് നായ്കളൊക്കെ. അപ്പൊ ഇതിനെല്ലാം കൂടെ പിടിച്ച പോളാർ റീജിയനിലാണ് മനുഷ്യരൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. മനുഷ്യരുണ്ട് കേട്ടോ, അപ്പൊ എസ്കിമോസ് ഉണ്ട്, പക്ഷെ വെരി ലെസ്. അപ്പൊ ഇതിനെയൊക്കെ എവിടെ കൊണ്ടുവിട്ടാലോ എന്ന് വിചാരിച്ചാലോ? വിൽ ദേ ലീവ് ദേർ? നോ. ഓക്കെ, ലിവിങ് തിങ്സ് or living organisms live everywhere in this earth. They live deep inside the oceans where no light enters, but and it is totally dark. നമുക്കറിയാം ഓഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീയേക്കാളും വലുതാണ് ഓഷൻസ് അല്ലെ? അപ്പൊ ഓഷൻ ഇങ്ങനെ ഡീപ്പ് ഇപ്പം മരിയാന ട്രഞ്ച് പോലെയുള്ള ഇതെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഡീപ്പാണ്. അവിടെ സൺലൈറ്റ് ഒന്നുമില്ല, ഫുള്ള് ഡാർക്കാണ്. അവിടെ പോലും സം ഓർഗാനിസംസ് ലിവ് അവിടെ ഉണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ആരോ ഒരു വീഡിയോ അയച്ചതെന്ന് ഞാൻ കണ്ടായിരുന്നു. മരിയാന ട്രെഞ്ചിലേക്ക് ഇങ്ങനെ ഈ എന്താ പറയുന്നത് എക്സ്പെരിമെന്റ്സ് നടത്തി പോകുന്ന കുറെ വോയേജസ് അവരിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ സ്വിമ്മിങ് ഒക്കെ നടത്തിയിട്ട് കുറെ ആനിമൽസിനെ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ക്ലിയർ ആണോ വേറെ കറക്റ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ കുറെ ഡീപ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ പറഞ്ഞ ഫുള്ള് ഇരുട്ടാണെന്ന് പറയുന്നുണ്ട് അവര്. ഫുള്ള് ഡൗൺ വരെ പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറെ ദൂരം അവരിങ്ങനെ ഓക്സിജൻ മാസ്ക് സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. ഓക്കെ. They also live in high mountains which are always covered with snow. They all live around your house and also inside your house also. Some animals live around our house like a dog, a cat, birds and all. Some live inside our house also. Which living organism live inside the house, Joel? Joel, is there any animals living in your living organisms inside your house? My goodness, very good. Arjun, is there any living organisms inside your house? Fish. Fish? എന്റെ വീട്ടിലുണ്ട് പക്ഷേ ലവ് ബേർഡ്സ്. ഓക്കെ, അത് നിങ്ങൾ വളർത്തുന്നല്ലേ ഫിഷിനെയും പിന്നെ എന്താ പറയുന്നേ ലവ് ബേർഡ്സിനൊക്കെ? ലിസാർഡ്സ്, ആൻസ്, പിന്നെന്താ പറയാ സ്പൈഡർ, ഇതിനൊക്കെ നിങ്ങൾ വളർത്തുന്നതാണോ? കൊതുക്, കൊതുക്, മോസ്കിറ്റോ. ഓക്കെ, ഈ വക ജീവികളൊക്കെ ഈ ഓർഗാനിസംസ് ഒക്കെ നിങ്ങൾ വളർത്തുന്നതാണോ? അവർ അതിക്രമിച്ച് കയറിയിരിക്കുന്നതാണ് അല്ലേ? അതിക്രമിച്ച് കയറുക മാത്രമല്ല, അവര് നമുക്ക് ദോഷം വരുത്തുകയും ചെയ്യും. പണിയും തരും. ചിലപ്പോ കടിക്കും. പിന്നെന്താ പറയേണ്ടത്, പല്ലിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫുഡിലൊക്കെ വീണ്ടുണ്ട്, ഭയങ്കര പോഷണബിൾ ആണ് അല്ലെ? ഈ സ്പൈഡർ ഒക്കെ ആണെങ്കിലും കടിക്കും. ഓക്കെ, ജോലിന്റെ വീട്ടിൽ ഇതൊന്നും ഇല്ല അല്ലെ? പല്ലിയൊന്നും ഇല്ല ജോലിന്റെ വീട്ടില്? ഓക്കെ. പിന്നെ വേണം നമ്മുടെ സെന്റിപീഡ്, മില്ലിപീഡ് ഇങ്ങനെയുള്ളതൊക്കെ വരും. പഴുതാര, സ്കോർപിയന്, തേള്, സ്നേക്ക് ഒക്കെ കയറി വരും നമ്മുടെ വീട്ടില് അല്ലെ? അതിക്രമിച്ച് കയറുന്ന നമ്മൾ ബോർഡ് എഴുതി വെക്കണം, ട്രസ്പാസേഴ്സ് ആർ നോട്ട് അലൗഡ്. അതിക്രമിച്ച് കയറാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫൻസ് എന്നൊക്കെ എഴുതി വെക്കണം. എന്നാലും ഒരു വരും അല്ലെ? ഓക്കെ, സോ സം അനിമൽസ് ലിവ് അറൌണ്ട് അവർ ഹൗസ്. നമ്മുടെ വീടിന് ചുറ്റും ഉണ്ട്. നമുക്കറിയാം കെമിലിയോണ്, പിന്നെന്താ പറയുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരുപാട് ജീവികൾ നമ്മുടെ വീടിന് ചുറ്റും കാണും, ഉള്ളിലുണ്ട്. ഈവൻ സം അനിമൽസ് ലിവ് ഇൻസൈഡ് അവർ ബോഡി ഓൾസോ.
കേട്ടാ. നമ്മുടെ ബോഡിയിൽ താമസിക്കുന്ന ജീവികളുണ്ട്. അതൊക്കെ ആരൊക്കെയാണ്? മറ്റേ ആരാണ്? എന്നാ വൈറസ്? ഓക്കെ, കൊറോണ വൈറസാ. ഓക്കെ, അതല്ലാതെ വേറെ അതിപ്പോ എല്ലാവരുടെയും ദേഹത്തൊന്നും ഇല്ലല്ലോ. കൃമി, വര, പേന്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മുടെ ശരീരത്തിലില്ലേ, ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട്. ഇവരൊക്കെ നമ്മൾ വളർത്തുന്നതാണോ? ഒരു കണക്കിന് പറഞ്ഞാൽ അവര് നമ്മൾ വളർത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ തീറ്റിപ്പോറ്റുന്നുണ്ട് അവരെ, അല്ലേ? നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല അവർ വീട്ടിൽ വന്ന് താമസിക്കുന്നത്, നമ്മുടെ വയറ്റിലും നമ്മുടെ തലയിലൊക്കെ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് അവര് എന്ത് ചെയ്യുന്നത്? ജീവിച്ചു പോകുന്നത്, അല്ലേ? ഓക്കെ. They live all around your house and also inside your house. In fact, several organisms even live inside your bodies also. Plants and animals living in different places are different from each other. They adapt themselves to the surroundings. See, plants and animals living around us and in different places are different. അത് നമുക്കറിയാം. ഇവിടെ കാണുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഡെസേർട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത്. ഇനി ഡെസേർട്ടിലുള്ള പ്ലാന്റ്സ് എല്ലാം കോൾഡ് റീജിയനിൽ ചെല്ലുമ്പോഴുള്ളത്. അതിന്റെ പ്ലാന്റ്സ് പോലും ഡിഫറെന്റ് ആയിരിക്കും. അനിമൽസിന്റെ കേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്ക് കൗവും ഡോഗും ക്യാറ്റും ഒക്കെ ഉള്ളപ്പോൾ പോളാറിൽ പോയെന്നാൽ, പോളാർ റീജിയനിൽ പോയാൽ പോളാർ ബീർ, പെൻഗ്വിൻസ്, അങ്ങനെയുള്ള animals ഒക്കെയാണ്, ഓർഗാനിസംസ് ആണുള്ളത്. സോ ദേ ആർ ഡിഫറെന്റ് ഇൻ ലിവിങ് ആസ് ദേ ലിവ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് ആൻഡ് ഓൾസോ ദേ ആർ അഡോപ്റ്റഡ് ടു ലിവ് ഇൻ സച്ച് പ്ലേസസ്. അവരാ ഓരോ സ്ഥലങ്ങളിലും ജീവിക്കാൻ വേണ്ടിയിട്ട് അവര് അഡോപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നമ്മുടെ ടൈം ഇപ്പൊ കഴിയും കേട്ടോ. കട്ടാവുകയെ. Living things do not live in isolation. What is the meaning of isolation? Have you heard that word? Isolated word, isolation എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതെന്തുവാ ഈ ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ പറഞ്ഞാല്? ഒറ്റയ്ക്ക്, സിംഗിൾ ആയിട്ട്. നമ്മൾ പറയാം ഈ നിപ്പ പോലുള്ള രോഗങ്ങൾ വന്നപ്പോൾ അവരെയൊക്കെ ഐസൊലേറ്റഡ് വാർഡിലാണ്. കാരണം അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ കൊറോണ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഐസൊലേറ്റഡ് വാർഡിലേക്കാണ് മാറ്റുന്നത് കൊറോണ പേഷ്യൻസിനെ. കാരണം അവരിൽ നിന്നും ഇപ്പൊ നമ്മൾ ഒരു വാർഡിൽ കുറെ പേരൊക്കെ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു പേഷ്യൻസിനൊക്കെ ഈ കൊറോണ പിടിക്കും, അല്ലെ? അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവർ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റുക, ഐസൊലേറ്റഡ് റൂമിലേക്കോ. അതായത് സിംഗിൾ, അവരൊറ്റ ഒരാൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ പറയാം ലിവിങ് ഓർഗാനിസംസ് ഡു നോട്ട് ലിവ് ഇൻ ഐസൊലേഷൻ. ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല. ഇപ്പം പോളാർ ബിയർ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, അതൊരു ഗ്രൂപ്പ് ഉണ്ടാകും. അവിടെ എവിടെയൊക്കെ ആയിട്ട് പോളാർ ബിയർസ് ഉണ്ടാകും. പിന്നെ മറ്റു ഓർഗാനിസംസും കൂടി അവിടെയുണ്ട്. ഇപ്പൊ ഡെസേർട്ടിലാണ് നമ്മൾ പോയി, ക്യാമൽ മാത്രമല്ല വേറെയും ഓർഗാനിസംസ് ഉണ്ടാകും. സോ എന്തിനാണെന്ന് വെച്ചാൽ all organisms, both plants and animals, need food and other materials from their surroundings to survive. So all plants and all animals need help of others to live. അവർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. ഒറ്റ ഒരാൾ മാത്രം, ഇപ്പൊ ഒരു ക്യാമൽ തന്നെ താമസിക്കാണ്, ആ ക്യാമൽ തന്നെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് നീഡ് ഫുഡ്. അപ്പൊ അവിടെ പ്ലാന്റ്സും കൂടെ വേണം, അല്ലെ? സോ ലൈക്ക് ദാറ്റ് വേ ഗ്രൂപ്പ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റ് എല്ലാ ലിവിങ് ഓർഗാനിസംസും വേണം, പ്ലാന്റ്സും വേണം, അനിമൽസും വേണം, എങ്കിലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. So all organisms, both plants and animals, need food and other materials from their surroundings to survive. Air, water and soil form an essential part of our surroundings. What are the essential things to live in a surrounding? Air should be there, water should be there, and soil also should be there. ഇത് മൂന്നും മസ്റ്റ് ആണ്, എങ്കിൽ മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. എയർ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വാട്ടർ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സോയിൽ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തുമില്ല, അല്ലെ? നമുക്ക് പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല. സോ എയർ, വാട്ടർ ആൻഡ് സോയിൽ ആർ ദ എസെൻഷ്യൽ തിങ് ടു ലിവ് ഇൻ എ പ്ലേസ്. The life of an organism is thus affected by the living and non-living things around it. Okay. So the life of a living thing is affected by the living and non-living things around it. ഒരു ലിവിങ് തിങ്സിന്റെ ഒരു ഓർഗാനിസത്തിന്റെ, നമ്മൾ മനുഷ്യരായിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അത് ജീവിക്കണമെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ആവശ്യമാണ്. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്, അല്ലെ? അതായത് പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ് അങ്ങനെയുള്ളത് നമുക്ക് ആവശ്യമാണ്. അതാണ് അവിടെ ലിവിങ് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ഇനി നോൺ ലിവിങ് തിങ്സ് പറഞ്ഞ വാട്ടർ ഇസ് നോട്ട് എ ലിവിങ് തിങ്, ഇറ്റ് ഇസ് നോൺ ലിവിങ് തിങ്. എയർ ഈസ് നോട്ട് എ ലിവിങ് തിങ്, അത് രണ്ടും നോൺ ലിവിങ് തിങ് ആണ്. അപ്പം സോയിൽ ഓൾസോ ഇസ് എ നോൺ ലിവിങ് തിങ്. ഇത് മൂന്നും നോൺ ലിവിങ് തിങ് ആണ്. അപ്പൊ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അടങ്ങിയ ഒരു സറൗണ്ടിങ്ങിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നോൺ ലിവിങ് തിങ് ലൈക്ക് വാട്ടർ, എയർ, ഇത് രണ്ടും ഇല്ലെന്നറിയും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല അല്ലെ. പ്ലാന്റ്സ് ഇല്ല പിന്നെ നമുക്ക് ഫുഡും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഉള്ളൂ. നമ്മുടെ ടൈം കഴിഞ്ഞ് കട്ടാവേ. ഓക്കെ, ബൈ ദെൻ. ഇന്ന് കമ്പ്യൂട്ടർ ക്ലാസ് ഇല്ല നിങ്ങക്ക്? ലാസ്റ്റ് ബിഡ് അല്ലേ? അപ്പൊ വിൽ കണ്ടിന്യൂ. ഓക്കെ.